കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സജീവമായി BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. മതമേലധ്യക്ഷന്മാരെയും സാമുദായിക നേതാക്കളെയും പ്രമുഖരെയും സന്ദർശിച്ച് തുഷാർ പിന്തുണ തേടി. NDAയുടെ കോട്ടയം, ഇടുക്കി സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ ദില്ലിയിൽ നടക്കും. പ്രഖ്യാപനം വൈകുന്നതിൽ BJP പ്രവർത്തകർ അതൃപ്തിയിലാണെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയം മണ്ഡലത്തിൽ സജീവമാണ്. അടിത്തട്ടിൽ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ട്. നാളെ മറ്റന്നാൾ ഡൽഹിയിൽ നിന്ന് നഡ്ഡാജിയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇവിടെ എല്ലാം ഞങ്ങൾ പ്രചരണങ്ങൾ മുഴുവൻ നടന്നുകൊണ്ട് കഴിഞ്ഞ 4-5 മാസക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിക്ലറേഷൻ ഇപ്പം 2 ദിവസത്തിലും ഉണ്ടാവും. അതിന് ഞങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നുണ്ട്, നേരെ എല്ലാ ആളിലും കണ്ട് ഒരു അനുവാദം വാങ്ങിയ ശേഷം തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളുടെ ഇന്റേണൽ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കും. റബ്ബർ വില സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. വില കൂട്ടുമെന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. റബ്ബർ വിലയുടെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞാൽ ഇവിടുന്ന് ജയിച്ചാൽ തീർച്ചയായും വില കൂട്ടി തരുന്നതിനുള്ള നടപടികൾ എടുക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പീയൂഷ് ജിയോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ ആളുടെ സുഹൃത്താണ്. അതുകൂടാതെ തന്നെ നഡ്ഡാജിയുമായി ഡിസ്കസ് ചെയ്തിരുന്നു. സീറ്റ് കച്ചവടം സംബന്ധിച്ച് PC ജോർജിന്റെ പരാമർശത്തിനും തുഷാർ മറുപടി നൽകി. ഏത് കാരണം അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല, അത് ഞാനെങ്ങനെ പറയുന്നത്? കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആളുകൾ തന്നെയാണ് എല്ലാവരും മത്സരിക്കുന്നത്. ഞങ്ങൾ പുറത്തേക്കാരും ഞങ്ങൾ മത്സരിക്കുന്നില്ല. ഈ പറഞ്ഞ മറ്റുള്ള സീറ്റുകളിലൊക്കെ ഘടകകക്ഷി കൊടുത്തിട്ടുള്ളത് ആരെങ്കിലും ഇനി അങ്ങനെ വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ. അദ്ദേഹത്തിന് അറിയാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. മതമേലധ്യക്ഷന്മാരെ കണ്ട് തുഷാർ അനുഗ്രഹം തേടി. ദേവലോകം അരമനയിലെത്തി കാതോലിക്ക ബാബയെ നേരിൽ കണ്ടു. BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാലും തുഷാറിനൊപ്പമുണ്ടായിരുന്നു. സാമുദായിക നേതാക്കളെയും തുഷാർ സന്ദർശിച്ചു. വാഴൂരിലെ CSDS ആസ്ഥാനത്തെത്തി സാമുദായിക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി. റിപ്പോർട്ടർ, കോട്ടയം.